വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. അവിയലിന് വേണ്ടുന്ന പച്ചക്കറികൾ എല്ലാം ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുക. നിങ്ങൾ മൺചട്ടിയിലാണ് അവിയൽ തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾ കുക്കാവുന്ന സമയത്ത് അടിയിൽ പിടിക്കുന്നതിനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പച്ചക്കായയുടെ കഷ്ണങ്ങൾ നീളത്തിൽ അരിഞ്ഞതാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്കയുടെ കഷ്ണങ്ങളാണ്. നിങ്ങൾക്ക് വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിൽ തന്നെ 1 ഇഞ്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേനയുടെ കഷ്ണങ്ങളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചേന കൂടുതൽ വേവുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസിൻ്റെ കഷ്ണങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ പയറാണ് ഉള്ളതെങ്കിൽ അത് നീളത്തിൽ അരിഞ്ഞും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിയലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് മുരിങ്ങാക്കായ. അപ്പോൾ മുരിങ്ങാക്കായയുടെ കഷ്ണങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പിലും താഴെ അളവിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അത്രയ്ക്കും വെള്ളം മാത്രമേ ഇത് കുക്കാവാൻ ആവശ്യമുള്ളൂ. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് ആവശ്യമുള്ളവ കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പാവയ്ക്കയുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ പാവയ്ക്കയില്ലായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ചേർക്കുന്ന വെജിറ്റബിൾസിലും വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ കവർ ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാർ അടച്ചതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൾസ് ബട്ടൺ 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അധികം കുക്കായി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഉടഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുക്കായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നിന്നും ഈ അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ തേങ്ങയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിയലിൽ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് അവിയലിൻ്റെ പ്രധാന ടേസ്റ്റ് നൽകുന്നത്.
ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ തവണ ഓണത്തിന് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ അവിയൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിൻ്റെ ഒരുപാട് വിഭവങ്ങൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ കുക്കറിൽ അവിയൽ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.